അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചരിത്രത്തിൽ അങ്ങനെ ഒരിക്കലും ഇല്ലാത്ത രൂപത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദന്മാരുടെ കോലം കത്തിച്ചുകൊണ്ടും വർഗീയ കോമരങ്ങൾ നിന്ന് തുള്ളി. ഈ സംഭവം നടന്നിട്ട് 24 മണിക്കൂറുകൾ പിന്നിട്ടു. നമുക്കറിയാം, കേരളത്തിൽ ഒരാൾക്കും സംശയമില്ലാത്ത കടുത്ത വർഗീയവാദി വെള്ളാപ്പള്ളി, അദ്ദേഹത്തിൻ്റെ അനുയായികളാണ് ഈ ഒരു ക്രൂരമായ കൃത്യം ചെയ്തിട്ടുള്ളത്. ഇത് ബഹുമാനപ്പെട്ട തങ്ങളെ ഒരിക്കലും ബാധിക്കുന്ന വിഷയമല്ല. കാരണം അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ ചില വിവരദോഷികളായ അണികൾ ചെയ്ത ഒരു തെറ്റിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കോലമാണ് കത്തിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ മറ്റുള്ളവരുടെ ദൈവങ്ങളെ നിങ്ങളെ ചീത്ത പറയരുത്. അങ്ങനെ ചീത്ത പറഞ്ഞാൽ അവർ നിങ്ങളുടെ ദൈവത്തെ ചീത്ത പറയും. അത് വിശ്വാസികൾക്ക് ഒരു പാഠമാണ്. എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി അവരുടെ ദൈവമാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. അവരുടെ നേതാക്കളെ സഭ്യമല്ലാത്ത ഭാഷയിൽ മുദ്രാവാക്യം വിളിച്ച് അധിക്ഷേപിച്ചാൽ അവർ ഇതുപോലെ അതിനേക്കാൾ കടന്ന കൈ അവർ പ്രയോഗിക്കും. നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ കോലമുണ്ടാക്കാനോ കോലം കത്തിക്കാനോ ഒന്നും പാടില്ലാത്തതാണ്. എന്നാൽ ചില ആളുകൾ ഇതിനു മുമ്പ് ഇതുപോലെയുള്ള ചില പ്രവണതകൾ ചെയ്തപ്പോൾ അതിനെതിരെ മൗനം പാലിച്ചു എന്നുള്ളത് നേതൃത്വം ചെയ്ത ഒരു തെറ്റ് തന്നെയാണ്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുടെ കോലങ്ങൾ ഉണ്ടാക്കി ആ കോലങ്ങൾ കത്തിച്ചു. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുടെ മയ്യത്തുകൾ ഉണ്ടാക്കി. അതേപോലെ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാരെ ചീത്ത പറഞ്ഞു. ഷാഫി ചാലിയെ പോലുള്ള വിവേകമില്ലാത്ത, കെ.എം. ഷാജിയെ പോലുള്ള വിവേകമില്ലാത്ത നേതാക്കൾ പണ്ഡിതന്മാരെ കേട്ടാൽ അറക്കുന്ന ഭാഷയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റ് മാധ്യമങ്ങൾക്ക് മുമ്പിലും അവഹേളിച്ചപ്പോൾ അതിനെതിരെ മൗനം പാലിച്ചു എന്ന തെറ്റാണ് ഈ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ചെയ്തത് എന്ന് പറയാതെ വയ്യ. അന്ന് ആ പണ്ഡിതന്മാർക്കെതിരെ, മതം പറഞ്ഞ പണ്ഡിതന്മാർക്കെതിരെ പ്രമേയം പാസാക്കിയും ഉറഞ്ഞ തുള്ളിയുമൊക്കെ വന്നിരുന്ന ആളുകൾക്ക് അവർക്കറിയാം ഇത് ചാഞ്ഞ മരമാണ്, ഇതിൽ വലിഞ്ഞു കയറാമെന്ന്. പക്ഷേ ഈ വെള്ളാപ്പള്ളിയെ പോലുള്ള വർഗീയവാദികളുടെ ഈ അണികൾ ഇത്തരം കോപ്രായങ്ങൾ ചെയ്തിട്ട് മണിക്കൂറുകൾ പിന്നിട്ടു. 24 മണിക്കൂറുകളിലധികം പിന്നിട്ടു. പക്ഷേ അതിനെതിരെ ഒരു വാക്ക് ഉരിയാടാൻ ഈ ഷാഫി ചാലിയത്തെ പോലുള്ള, കെ.എം. ഷാജിയെ പോലുള്ള നേതാക്കൾ ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളത് നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, ലീഗ് അനുകൂല നേതാക്കൾ എന്ന് മാധ്യമങ്ങൾ പരിചയപ്പെടുത്തുന്ന സമസ്തയിലെ ചില ആളുകൾ, സമസ്തയുടെ ആനുകൂല്യം പറ്റി ജീവിക്കുന്ന, സമസ്തയുടെ പേരിൽ അറിയപ്പെടുന്ന ആളുകൾ, ഈ ആളുകളും ഇതുവരെയും ഈ ഒരു പ്രവണതയ്ക്കെതിരെ ഒരു പോസ്റ്റുമായോ അല്ലെങ്കിൽ ഒരു പ്രസംഗവുമായോ അല്ലെങ്കിൽ ഒരു ശബ്ദ സന്ദേശവുമായോ ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളത് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം ഇവരൊക്കെ, ഈ പറഞ്ഞ ആളുകളൊക്കെ ഓരി വെക്കുമ്പോൾ വിഹിതം പറ്റാൻ മാത്രം ഉണ്ടാകുന്ന ആളുകളാണ്. അതിനു വേണ്ടിയുള്ള പ്രതിഷേധങ്ങൾ, അതിനുവേണ്ടി പണ്ഡിതന്മാരെ ചീത്ത പറയാൻ, അതിനുവേണ്ടി നിരവധി പ്രമേയങ്ങൾ അവതരിപ്പിക്കാൻ ഇവരെ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഇവരുടെ ആവശ്യം ഓരി വെക്കുമ്പോൾ അതിൽ വിഹിതം കിട്ടുക എന്നതാണ്. അല്ലാതെ പാണക്കാട് തങ്ങളോടുള്ള അല്ലെങ്കിൽ ആ കുടുംബത്തിനോടുള്ള ആത്മാർത്ഥ സ്നേഹമല്ല അവരുടെ ഒന്നും പ്രശ്നം. അവരുടെയൊക്കെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. അതിന് തങ്ങന്മാരെ ചൂഷണം ചെയ്യുന്നു എന്നതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ സ്വന്തം മേത്തേക്ക് വരുന്ന ഒരു വിഷയമാണ്. ഇതിനെ വിമർശിച്ചു കഴിഞ്ഞാൽ ഇത്തരം വർഗീയവാദികൾ ചിലപ്പോൾ മറുത്തു പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഒരു കോട്ട പണിയാൻ അല്ലെങ്കിൽ ആ തങ്ങന്മാർക്ക് ഒരു വലയം തീർക്കാൻ ഇവരെ കാണുന്നില്ല എന്നുള്ളത് ചിന്തനീയമായ ഒരു വിഷയമാണ്. ഈ ഒരു സന്ദർഭത്തിൽ ആണ് അവർ രംഗത്ത് വരേണ്ടത്. എത്ര പ്രമേയങ്ങൾ ഉമർ ഫൈസിക്കെതിരെ പാസ്സാക്കി, ബഹുമാനപ്പെട്ട സമസ്തയിലെ പണ്ഡിതന്മാർക്കെതിരെ എത്ര പ്രമേയങ്ങൾ പാസ്സാക്കി, അസ്കർ അലി ഫൈസിക്കെതിരെ എത്ര പ്രമേയം പാസ്സാക്കി.
അവരൊക്കെ പരിശുദ്ധമായ മതമാണ് പറഞ്ഞത്. ആ മതം പറഞ്ഞത് തങ്ങന്മാരോടുള്ള സ്നേഹം കൊണ്ടാണ്. കാരണം നാളെ ആഖിറത്തിൽ രക്ഷപ്പെടുന്ന കാര്യത്തെ സംബന്ധിച്ചാണ് അവർ ഉണർത്തിയിട്ടുള്ളത്. ആ ഉണർത്തിയതിൻ്റെ പേരിലാണ് പ്രമേയം പാസാക്കിയത്. പക്ഷേ ഇവിടെ പരസ്യമായിട്ട് ബഹുമാനപ്പെട്ട തങ്ങന്മാരെ അധിക്ഷേപിച്ചപ്പോൾ ഇത്തരം ആളുകളൊക്കെ മാളത്തിൽ ഒളിച്ചിരിക്കുന്നത് വളരെയധികം നമുക്ക് ചിന്തിക്കാൻ പര്യാപ്തമായ ഒരു കാര്യമാണ്. ആനുകൂല്യം പറ്റാനും വിഹിതം പറ്റാനും മാത്രമാണ് ഇവരുണ്ടാവുക. ആത്മാർത്ഥമായി തങ്ങന്മാരെ സ്നേഹിക്കുന്നത് ഒരിക്കലും ഇവരുടെ അജണ്ടയിലേ ഇല്ലെങ്കിൽ ഇവർ ആദ്യമായിട്ട് പ്രതികരിക്കേണ്ടത് പരിശുദ്ധമായ ദീനിൻ്റെ അതിർവരമ്പുകൾ ലംഘിക്കുമ്പോഴാണ്. ദീനിൻ്റെ അതിർവരമ്പുകൾ ലംഘിക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾക്കാണ് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടാവുക. കാരണം അതാണ് ആത്യന്തികമായ വിജയത്തിന് നിദാനം. ഇതാണ് ഇവിടുത്തെ പണ്ഡിതന്മാർ ചെയ്തത്. അങ്ങനെ പണ്ഡിതന്മാർ ചെയ്തപ്പോൾ അവരെ തെറി വിളിക്കാനും അവർക്കെതിരെ ആക്രോശിക്കാനും രംഗത്ത് വന്നിരുന്ന രാഷ്ട്രീയക്കാരും അവരോടൊപ്പം ചുവട് പിടിച്ചുകൊണ്ട് ഈ പണ്ഡിതന്മാരെ ആക്ഷേപിക്കാൻ വേണ്ടി രംഗത്ത് വന്നിരുന്ന ഈ ലീഗ് അനുകൂല നേതാക്കളെന്ന് പറയുന്ന നളന്തകളും ഇവരെ ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. അതുകൊണ്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്, ചരിത്രത്തിൽ ആദ്യമായിട്ട്. അപ്പോൾ നിങ്ങളൊരു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ടെങ്കിലും ഇതിനെ പ്രതിരോധിക്കണം എന്ന് ആരെങ്കിലും ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് അവരെ ഒന്ന് ഉണർത്തണം. ചിലപ്പോൾ അവർ കണ്ടിട്ടുണ്ടാവില്ല, അവർ ഉറക്കത്തിലോ മയക്കത്തിലോ ഒക്കെ ആയിരിക്കും. എന്തുകൊണ്ടാണ് പേടിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ഈ വർഗീയവാദികളെ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് എന്ന് അവരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കണമെന്ന് സവിനയം ഉണർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. والحق هو الثابت الباقي الذي لا يزول. إن الباطل لا بقاء له ولا ثبات.